നമസ്കാരം. ഹിജാബുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ കേരളത്തിലും നടന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കർണാടകത്തിലുമൊക്കെ നടന്നിട്ടുണ്ട്. പല വിദേശ രാജ്യങ്ങൾ, അതും മുസ്ലിം രാജ്യങ്ങളിൽ പോലും നിരോധിച്ച ഒന്നാണ് ബുർഖ അല്ലെങ്കിൽ ഹിജാബ് എന്നൊക്കെ പറയുമ്പോൾ. ഇപ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിൽ ഒന്നും പറയുവാൻ വേണ്ടിയിട്ട് ആരും തയ്യാറാകുന്നില്ല. കാരണം മതേതരത്വത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമെന്ന നിലയിലാണ് പലപ്പോഴും ആൾക്കാർ വായ മൂടിക്കെട്ടിയിരിക്കുന്നത്. ഇപ്പോൾ മതേതരത്വത്തെ കുറിച്ച് വളരെയധികം ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന എം.എൻ. കാരശ്ശേരി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് പറഞ്ഞിരിക്കുകയാണ്, ഹിജാബ് അല്ലെങ്കിൽ ബൂർഖ നിരോധിക്കണം, അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന നിലയിലാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അന്ന് സംസാരിക്കാൻ പോകുന്നത്. സ്വാഗതം സർ. അതായത് ചേകന്നൂർ മൗലവിയെ ഇസ്ലാം മതത്തിൽ അവശ്യം വേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് വാചാലമായി പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ പേരിൽ രായ്ക്ക് രാമാനം വീട്ടിൽ വന്നൊരു യോഗത്തിൽ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞ് ക്ഷണിച്ചുകൊണ്ടുപോയി കുരുത് കഴിച്ച ഭീകരന്മാർ അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് നിന്നുകൊണ്ടാണ് എം.എൻ. കാരശ്ശേരി ഇക്കാര്യം പറഞ്ഞത്. പർദ എന്ന് പറയുന്നത് ധരിക്കാൻ പാടില്ലാത്ത വസ്ത്രമാണ്, അത് സ്ത്രീകളെ അടിമകളാക്കുന്ന പരിപാടിയാണ്, സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വിലക്കുണ്ടാക്കുന്ന ഒന്നാണ്. ധൈര്യപൂർവ്വം, ഇത്രയും നാൾ അദ്ദേഹത്തിന് ധൈര്യം ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുരുഷായുസിൻ്റെ അവസാനം അത് പറഞ്ഞേ പറ്റുമെന്ന് മൗലവിക്ക് സംഭവിച്ചത് തനിക്കും സംഭവിക്കുമോ, സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന ധൈര്യത്തോടു കൂടിയായിരിക്കണം. കാരണം ഇത്രയും ആയില്ലേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട്. ഞാനീ പറയുന്നു അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ചതുകൊണ്ട് അതുണ്ടാക്കുന്ന ഒരു ധൈര്യത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. എൻ്റെ പേരും ഹിറ്റ് ലിസ്റ്റിലുണ്ടെന്ന് എനിക്കറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ ഒരു പേടിയുമില്ല ഹരി, ഒരു പേടിയുമില്ല. ഞാൻ സത്യം വിളിച്ചു പറയും. അതിൻ്റെ പേരിൽ തല പോയാൽ എനിക്ക് അഭിമാനമേ ഉള്ള കാര്യത്തിൽ. അതുകൊണ്ട് അതൊന്നും എന്നെ ഭയപ്പെടുത്തുന്നതേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഒരു തരത്തിലും ഭയമില്ലാതെ തന്നെ ഞാൻ പറയുന്നു, എം.എൻ. കാരശ്ശേരിയെ ഈ രാജ്യം, ഇവിടുത്തെ മതേതര സമൂഹം കൂപ്പുകൈകളോടെ ആദരിക്കേണ്ടതാണ്, ആദരിക്കേണ്ട വ്യക്തിയാണ് ഈ ആർജവം കാണിച്ചതിന്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ കേട്ടതുമാണ്. അത് പർദ്ദ നിരോധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മദ്യം പോലെ, മയക്കുമരുന്ന് പോലെ നിരോധിക്കപ്പെടേണ്ട ഒന്നാണ് ഈ പർദ്ദ എന്ന് ധൈര്യപൂർവ്വം അദ്ദേഹത്തിൻ്റെ മുഖതാവിൽ നിന്ന് ഞാൻ കേട്ടു. നമ്മളിപ്പോൾ സംസാരിക്കുന്നതിന് ഏതാണ്ട് ഒരു നിമിഷം മുമ്പാണ് അദ്ദേഹം ധീരമായിട്ടുള്ള ഈ പ്രഖ്യാപനം നടത്തിയിരുന്നത്. അദ്ദേഹത്തിനെ അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ ഞാൻ മനസ്സുകൊണ്ട് അർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും അദ്ദേഹവുമായിട്ട് വിയോജിപ്പുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ മറക്കുകയില്ല. ഇത് കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് തീരെ പറ്റാത്ത ഒന്ന്, അണിഞ്ഞുകൊണ്ട് മതദേഹങ്ങളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതൊരു അഭിമാന വസ്ത്രമായി കൊണ്ട് നടക്കുന്ന ഇവരെപ്പറ്റി എന്താണ് പറയേണ്ടത്? കേരളത്തിൽ മുണ്ടുടുക്കാം, മുണ്ടാണ് കേരളത്തിൻ്റെ ശരിയായിട്ടുള്ള വസ്ത്രം. ശരീരത്തിനകത്ത് വായു സഞ്ചാരം നടത്താനും എല്ലാം പറ്റിയ വസ്ത്രം എന്ന് പറയുന്നത് മുണ്ടാണ്. പലർക്കും അത് പറ്റില്ല. ജോലിക്കിടയിൽ മുണ്ട് എടുക്കുക എന്നൊക്കെ പറയുന്നത് എന്ത് ബന്ധമാണ് ഈ വസ്ത്രത്തിന്? വസ്ത്രം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണത്. മുണ്ട് എന്നല്ല, നമ്മുടെ ബുർഖയ്ക്ക് മതവുമായിട്ട് എന്താണ് ബന്ധം? വെറുതെ ബുർഖയിൽ ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യ എന്ന് പറഞ്ഞ മെക്കയും മദീനയുമുള്ള ആ രാജ്യം. അതാണ് ശരിക്കും ആഗോള ഇസ്ലാമിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അതിൻ്റെ തലസ്ഥാനം അതാണ്, അതിൻ്റെ അവസാന വാക്കാടാണ്. അവിടെ സ്ത്രീകൾ പർദ്ദയൊക്കെ ഉപേക്ഷിച്ചിട്ട് സാധാരണ സ്ത്രീകളെ പോലെ വണ്ടിയും ഓടിച്ച് സാധാരണ ജീവിതത്തിലേക്ക് വരികയാണ്. അവിടുത്തെ ഭരണാധികാരി അതിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നു. ഇറാനിലെ പോലെ പിടിച്ച് ജയിലിലിടുന്നില്ല, അവിടെ കൊലപാതകം നേരിടേണ്ടി വരുന്നില്ല. ഈ ഹിജാബ് അതുപോലെ നമ്മുടെ രാജ്യത്ത് ഇതുമായിട്ട് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്, കർണാടകത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കോൺഗ്രസ് ഹിജാബിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭം, സ്കൂൾ യൂണിഫോം ഇടാതെ ഞങ്ങൾക്ക് ഹിജാബ് ഇട്ടുകൊണ്ട് വരണം എന്നുള്ള വാശി പിടിച്ച മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി ഈ രാജ്യത്തിൻ്റെ മതേതരത്വം ബലി കഴിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ എല്ലാവരും, ഇപ്പോൾ നേതൃത്വത്തിലുള്ള എല്ലാവരും ഹിജാബ് ധരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഹിജാബ് ധരിച്ച, അതെ, ഹിജാബ് അല്ലല്ലോ CPM-ന്റെ കോൺഗ്രസ് നടക്കുന്ന സമയത്ത് ധരിച്ചാൽ അത്രയും ജനങ്ങൾക്ക് ആശ്വാസം. അതെ, ഇവരുടെ മുഖം കാണണ്ടല്ലോ. നമ്മുടെ മധുരയിലെ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ CPM-ന്റെ നേതാക്കൾ നാണമില്ലാതെ അവിടെ പാലസ്തീനിലെ അവരുടെ ഔദ്യോഗിക വസ്ത്രം തലമൂടി കെട്ടിക്കൊണ്ടിട്ടിരുന്നു. അവരൊക്കെ ഇത് ചെയ്യുന്നത് അവിടെ പറയുന്നത് മണലാരണ്യമാണ്.
അതെ. മരുഭൂമിയാണ്. അവിടെ നിന്ന് അടിക്കുന്ന കാറ്റ് മണ്ണും എല്ലാം കൂടെ നമ്മുടെ കണ്ണിനെയും മൂടും, തലയെയും മൂടും. ഇവിടെ ഏത് മരുഭൂമി ആയിട്ടില്ല, നമ്മൾ ആവുമായിരിക്കാം. ഇപ്പം പ്രളയമാണുള്ളത്. അവിടെ ഇതൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്നത് എന്തൊരു ബുദ്ധിമുട്ടാണ്. തന്നെയുമല്ല, ഇത് നിങ്ങളെ സ്വയം മറയ്ക്കുകയല്ലേ ചെയ്യുന്നത്. എനിക്കെതിരെ വരുന്ന ഒരാളാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഇനി ആണ് പെണ്ണുവേഷം ധരിച്ചു വരുന്നതാണോ എന്ന് അറിയത്തില്ല, കൊടും ക്രിമിനലാണോ എന്നും അറിയത്തില്ല. അത്ര ഒരു വസ്ത്രധാരണ രീതി അവർക്ക്, സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള ഒരു സൗന്ദര്യബോധമുണ്ടല്ലോ. ആ സൗന്ദര്യബോധം അത് ഒരു പ്രദർശന വസ്തുവല്ല, സ്വയം അവരുടെ വ്യക്തിത്വമാണ്. നമുക്കൊരു കറുത്ത ബോക്സ് ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തിയിട്ട് സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നുള്ളൂ. അപ്പുറത്തേക്ക് റോബോട്ടുകൾ സംസാരിക്കുന്നത് പോലെ. ഇത് വളരെ വളരെ മോശമായിട്ടുള്ളൊരു വസ്ത്രധാരണ രീതിയാണ്. അത്യാവശ്യമുള്ള വസ്ത്രങ്ങളൊക്കെ ശരീരം മുഴുവൻ കണ്ണൊഴികെ എല്ലാം മൂടിക്കെട്ടി അതൊരു അഭിമാന വസ്ത്രമായിട്ട് കൊണ്ട് ആഘോഷിച്ച് നടക്കുകയാണ്. അവിടെയാണ് നമ്മുടെ അജ്ഞത എത്രമാത്രമാണ്, അജ്ഞതയുടെ ആഴം എത്രമാത്രമാണെന്ന് നമ്മൾ ചിന്തിച്ചു. റഫീഖ് അഹമ്മദാണ് പറഞ്ഞത് ഇത് മതദേഹങ്ങളാണ്. നിങ്ങൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ആ സ്വാതന്ത്ര്യം പോലും കൊടുക്കുന്നില്ല ചില മതകേന്ദ്രങ്ങൾ. അങ്ങനെ ഒരു അവസ്ഥയും കൂടിയുണ്ട്. എന്നിട്ടും ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നതെന്ന് അവരുടെ സ്ത്രീകളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്ന ആ വിഡ്ഢിത്തങ്ങൾക്കും അതുപോലെയുള്ള അപലപനീയമായിട്ടുള്ള മാർഗങ്ങൾക്കും ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറി സമ്മാനം സ്വീകരിക്കാൻ ചെന്നപ്പോൾ സമസ്തയുടെ ആൾ തന്നെ ഇറക്കി വിട്ട് അപമാനിച്ച സംഭവവും ഒക്കെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. ഈ വസ്ത്രം, ഈ പർദ്ദ ബഹിഷ്കരിക്കാൻ സ്ത്രീകൾ മുന്നോട്ട് വരുന്നില്ല, പേടിച്ചിട്ട്. കാരണം മതഭീകരർ അവരുടെ ജീവൻ തന്നെ ഇല്ലാതാക്കി കളയും, ദേഹം തന്നെ ഇല്ലാതാക്കി കളയും എന്നുള്ള ഭയം കൊണ്ട് നയിക്കപ്പെടുന്ന ഒരു മതമെന്ന് പറഞ്ഞാൽ അത് ശാശ്വതമായിരിക്കത്തില്ല. ഒരിക്കൽ ഈ ഭയത്തെ, അതാണ് ആ ഭയത്തെ കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ MN കാരശ്ശേരി എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ഒരു വ്യക്തി. ആർജവത്തോടു കൂടി കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തി. കോൺഗ്രസ്സുകാരനായിരിക്കാം, പക്ഷെ കോൺഗ്രസ്സുകാരും ഇത് അംഗീകരിക്കില്ല. കാരണം എന്താണ്? അവർക്ക് സ്ഥിരമായിട്ട് വോട്ട് കിട്ടണം. ഈ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്മാസായിട്ട് വോട്ട് കിട്ടണമെങ്കിൽ മോദിയെ പറ്റി ചീത്ത പറയണം, ഹിന്ദുക്കളെ പറ്റി ചീത്ത പറയണം. ആ ഒരു ദർശനമാണുള്ളത്. ഇത് തന്നെയാണ് വിസ്മയ മോഹൻലാൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് പണ്ട് മുതലേ മാതൃഭൂമിയും മലയാള മനോരമയും സ്വീകരിക്കുന്നത്. കാരണം എന്താ? മലപ്പുറത്ത് അവർക്ക് സർക്കുലേഷൻ തുടരണമെങ്കിൽ അതെല്ലാം പോയി കഴിഞ്ഞു, മാധ്യമം വന്ന് അതെല്ലാം ഏറ്റെടുത്തു. അവർക്ക് ഇവരെ കൂട്ടുപിടിക്കണം. അതുപോലെ തന്നെയാണ് BBC-യുടെ കഷ്ടകാലവും. BBC എന്ന് പറയുന്നത് അൽ ജസീറയെ അനുകരിക്കുക. ഇപ്പോൾ കാരണം എന്താ? ഇസ്ലാമിക രാജ്യങ്ങളിൽ BBC-യുടെ സർക്കുലേഷൻ വ്യൂവർഷിപ്പ് ഇടിച്ചു. അപ്പോൾ അവർ അൽ ജസീറയെ അനുകരിച്ചുകൊണ്ട് മോദിയെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, മോദിയെ കൊലയാളി എന്ന് പറയുക. അപ്പോൾ ഈ മുസ്ലിം ലോകത്ത് അവരുടെ ഈ വ്യൂവർഷിപ്പ് കൂടും. ഈ തന്ത്രം ആഗോള തലത്തിൽ അനുകരിക്കപ്പെടുമ്പോൾ അതിനെ ഒരുക്കെതിരെ നീന്താൻ തയ്യാറായ ഒരു വ്യക്തി കേരളത്തിലുണ്ടെന്നുള്ളത് കേരളത്തിന് തന്നെ അഭിമാനമാണ്. ഈ പോരാട്ടത്തിൽ തീർച്ചയായിട്ടും ഇസ്ലാമിലെ ശരിക്കും സ്ഥിതപ്രജ്ഞയുള്ള ആൾക്കാർ അദ്ദേഹത്തോടൊപ്പം ധൈര്യപൂർവ്വം നിലകൊള്ളണം എന്നുള്ളതാണ്. മറ്റു മതങ്ങൾ ഈ മതത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാനതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ധീരമായ ശബ്ദം, അതാണ് കേരളത്തിൻ്റെ ശബ്ദം, അതാണ് ശരിയായ ഇസ്ലാമിൻ്റെ ശബ്ദം. തീർച്ചയായും ഒരു ജെൻഡറിനെ ഒരു പ്രത്യേക സ്ത്രീയെന്നും പുരുഷനെന്നും മാറ്റി നിർത്തിക്കൊണ്ട് സ്ത്രീയെ ഒരു മുഖംമൂടിക്ക് കീഴിൽ കൊണ്ടുവരുന്നത് അവരുടെ വ്യക്തിത്വത്തിന് ഏൽക്കുന്ന കനത്ത ആഘാതം തന്നെയാണ്. തീർച്ചയായിട്ടും മതസമൂഹത്തിനകത്തു നിന്ന് വളരെ ശക്തമായ രീതിയിലുള്ള ഒരു അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അത് തികച്ചും സ്വാഗതാർഹം ആണ്. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.